ആറാഴ്ച നീണ്ടുനിന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യവുമായി ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച വ്യാഴാഴ്ച നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഏപ്രിൽ 21 മുൻപായി തന്നെ രണ്ടാം റൗണ്ട് ചർച്ചകൾക്കുള്ള സാധ്യതയാണ് ഇരുപക്ഷവും ഒപ്പം മധ്യസ്ഥ രാഷ്ട്രമായ പാകിസ്ഥാനും ആരായുന്നത്. സമയവും സ്ഥലവും ഇപ്പോഴും അന്തിമമായി തീരുമാനിച്ചിട്ടില്ല എങ്കിൽ കൂടി ചർച്ചകൾ വഴിമുട്ടിയിട്ടില്ല എന്നത് ലോകത്തിനാകെ പ്രതീക്ഷ നൽകുന്ന സംഗതിയാണ്. ഒരുപക്ഷെ ഇസ്ലാമാബാദിൽ തന്നെയായിരിക്കും ചർച്ചയ്ക്ക് വേദി ഒരുങ്ങുക എന്നാണ് റിപ്പോർട്ടുകൾ. അതല്ലെങ്കിൽ ജനീവയിലായിരിക്കും ചർച്ച നടക്കുക. ചർച്ചയിൽ ഇരുകൂട്ടരും എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും യുദ്ധത്തിന്റെ ഭാവിയും തീരുമാനിക്കുക. നിലവിൽ രണ്ടാഴ്ചത്തേക്ക് പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാവി എന്താകും എന്നറിയാനും ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് താൽക്കാലിക വെടിനിർത്തലിന്റെ കാലാവധി ഏപ്രിൽ 22 അവസാനിക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ 21 മുൻപായി നടക്കുന്ന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. രണ്ടാം റൗണ്ട് ചർച്ചകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇതുവരെയുള്ള ചർച്ചാ പുരോഗതി വിലയിരുത്തിയാൽ ശുഭപ്രതീക്ഷകൾക്ക് വകയുണ്ട് താനും. കാരണം ആദ്യ റൗണ്ട് ചർച്ച സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് ഒരിക്കലും പറയാനാകില്ല. അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച ചർച്ചകൾ മാത്രമാണ് വഴിമുട്ടിയതും അതിൽ മാത്രമാണ് തർക്കം അവശേഷിക്കുന്നതും. മാത്രമല്ല, ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായി എന്നും തങ്ങളുടെ നിലപാടിലേക്ക് ഇറാൻ കൂടുതലായി അടുത്തെന്നും ചർച്ചയ്ക്ക് നേതൃത്വം വഹിച്ച US വൈസ് പ്രസിഡന്റ് JD വാൻസും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ചർച്ചകൾ പുനരാരംഭിക്കാൻ സന്നദ്ധത അറിയിച്ചതും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. തന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായാൽ നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കാമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇറാൻ എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യുറേനിയം സമ്പുഷ്ടീകരണം രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന നിലപാടാണ് തുടക്കം മുതൽ ഇറാൻ സ്വീകരിച്ചു വരുന്നത്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ 20 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടപ്പോൾ പരമാവധി 5 വർഷം മാത്രമേ സാധ്യമാകൂ എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നു. 12.5 വർഷത്തെ ഇടക്കാല കാലാവധി എന്ന നിർദ്ദേശം ഉയർന്നുവെങ്കിലും ഇരുപക്ഷത്തിനും അത് പൂർണ്ണമായും സ്വീകാര്യമായിരുന്നില്ല. അതേസമയം ഇറാന്റെ ആഭ്യന്തര യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന മുൻ നിലപാടിൽ നിന്ന് അമേരിക്ക പിന്നോട്ടു പോയത് വലിയ മാറ്റമായി തന്നെ വിലയിരുത്തപ്പെടുന്നുമുണ്ട്. ഏപ്രിൽ 22 താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കുന്നതിന് മുൻപായി തന്നെ യുദ്ധത്തിന് നയതന്ത്ര പരിഹാരമുണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മധ്യസ്ഥ രാഷ്ട്രങ്ങൾ. ഹോർമൂസ് കടലിടുക്കിൽ US ഉപരോധം കൂടി ആരംഭിച്ച പശ്ചാത്തലത്തിൽ രണ്ടാം റൗണ്ട് ചർച്ചകൾക്ക് വലിയ അന്താരാഷ്ട്ര പ്രാധാന്യമുണ്ട്. ഇതിനു പുറമെ തുർക്കിയുടെയും ചൈനയുടെയും മുന്നറിയിപ്പുകളും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം റൗണ്ട് ചർച്ച പരാജയമാകുകയും യുദ്ധം പുനരാരംഭിക്കുകയും ചെയ്താൽ ഇതുവരെ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലാത്ത തുർക്കിയും ചൈനയും അടക്കം യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകുന്ന സാഹചര്യം ഉണ്ടാകാം എന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. സമാധാന ചർച്ചകൾ അട്ടിമറിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നും ലെബനനിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്നത് ഇസ്രായേലും നെതന്യാഹുവും അവസാനിപ്പിക്കണമെന്നും തുർക്കിയ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ നീക്കങ്ങളിൽ ഇടപെടരുത് എന്ന് ചൈന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനീസ് കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കുമെന്നും മേഖലയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ് എന്നും ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജൂൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ നാവിക ഉപരോധത്തെ വകവയ്ക്കാതെ അമേരിക്കൻ ഉപരോധമുള്ള റിച്ച് സ്റ്റാറി എന്ന ചൈനീസ് ബന്ധമുള്ള കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നുപോയതായി റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഉപരോധം ആരംഭിച്ചതിന് ശേഷം കടലിടുക്ക് കടന്ന് ഗൾഫിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആദ്യ കപ്പലായിരിക്കും റിച്ച് സ്റ്റാറി എന്ന് LSEG, മറൈൻ ട്രാഫിക്, കെപ്ലർ എന്നിവയിൽ നിന്നുള്ള ഡാറ്റകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഫുൾ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കപ്പലിനെ 2023 തന്നെ അമേരിക്ക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. 24 മണിക്കൂറിനുള്ളിൽ 2 തവണയാണ് പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തു കടക്കാൻ ഈ കപ്പൽ ശ്രമം നടത്തിയത്. ഉപരോധം പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ അസാധാരണ നീക്കങ്ങൾ നടന്നത്. ഇറാനിലെ ഖേഷൻ ദ്വീപിന് സമീപത്തെത്തിയ റിച്ച് സ്റ്റാറി ആദ്യം പിന്തിരിഞ്ഞുവെങ്കിലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും യാത്ര തുടരുകയായിരുന്നു. ഈ സമയത്ത് കപ്പലിന് ചൈനീസ് ഉടമസ്ഥതയാണ് ഉള്ളത് എന്നും ചൈനീസ് ജീവനക്കാരാണ് ഉള്ളത് എന്നും റേഡിയോ വഴി സന്ദേശം നൽകി. സമുദ്ര സുരക്ഷാ മാനദണ്ഡം എന്ന നിലയിലാണ് ഇത്തരം വിവരങ്ങൾ കൈമാറുന്നത്. അതോടൊപ്പം ഇറാനുമായുള്ള വ്യാപാര ഊർജ്ജ കരാറുകൾ ചൈന തുടരുമെന്നും തങ്ങളുടെ കപ്പലുകൾ മേഖലയിൽ തുടർന്നും സർവീസ് നടത്തുമെന്നും പ്രതിരോധ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനുമായി ഞങ്ങൾക്ക് ഊർജ്ജ കരാറുകളുണ്ട്. അത് ഞങ്ങൾ മാനിക്കും. മറ്റാരും ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ് ചൈനീസ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത്.
ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 40%, LNG ആവശ്യത്തിന് 30% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ നീക്കം ചൈനയുടെ സാമ്പത്തിക സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് നാറ്റോ സഖ്യത്തിലെ നിരവധി രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഹോർമൂസിൽ വേണ്ടത് നയതന്ത്ര ഇടപെടലുകളാണ് എന്നും സൈനിക വിന്യാസം കാര്യങ്ങൾ സങ്കീർണമാക്കുമെന്നും ബ്രിട്ടനും തുർക്കിയും അറിയിച്ചിട്ടുണ്ട്. യുദ്ധ സാഹചര്യം ഇനിയും ഒഴിഞ്ഞിട്ടില്ലാത്ത ഇറാന്റെ തീരപ്രദേശങ്ങളിൽ തന്ത്രപരമായ മേധാവിത്വം ഉറപ്പാക്കുകയാണ് US ഹോർമൂസിലെ സൈനിക വിന്യാസത്തിലൂടെ. ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഉപരോധത്തിന് അറബിക്കടലിൽ 15ലധികം യുദ്ധക്കപ്പലുകൾ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. യുഎസിന്റെ F-35B ലൈറ്റ്നിംഗ് II ഒളിപ്പോർ വിമാനവും MV-22 ഓസ്പ്രേ വിമാനങ്ങളും അടക്കം വഹിക്കാൻ ശേഷിയുള്ള USS ട്രിപ്പോളിയാണ് യുദ്ധക്കപ്പൽ വിന്യാസത്തിലെ നെടുന്തൂൺ. പരമ്പരാഗതമായ വെൽഡെക് ഇല്ലാത്ത രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിനാൽ കൂടുതൽ യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാനും അവയുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും ട്രിപ്പോളിയിൽ സൗകര്യമുണ്ട്. യുദ്ധം സജീവമാകുന്ന സാഹചര്യത്തിൽ 20ലധികം F-35B വിമാനങ്ങളെ വരെ ഒരേ സമയം വിന്യസിക്കാനുള്ള കരുത്തും US ട്രിപ്പോളിക്കുണ്ട് എന്നാണ് അമേരിക്കയുടെ വാദം. അറബിക്കടൽ, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ ഇറാന്റെ തീരപ്രദേശങ്ങളിലേക്കും തുറമുഖങ്ങളിലേക്കും പ്രവേശിക്കുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ കപ്പലുകൾക്കും ഈ ഉപരോധം ബാധകമായിരിക്കുമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുമുണ്ട്. യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ കപ്പലുകളെയും കർശനമായി പരിശോധിക്കാനും തടയാനുമാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇത് അന്താരാഷ്ട്ര തലത്തിൽ സമീപകാലത്തെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിക്ക് ഇടവരുത്തും. ഇറാനെ സാമ്പത്തികമായും സൈനികമായും വരിഞ്ഞു മുറുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ ഉപരോധത്തിന് പിന്നിൽ. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ശത്രുരാജ്യത്തിന്റെ തീരദേശങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട്. ഇത് ഇറാന്റെ എണ്ണ കയറ്റുമതിയെയും മറ്റ് വ്യാപാര ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കും. US നാവികസേനയുടെ ഈ വൻ സന്നാഹം മേഖലയിൽ സംഘർഷം കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് മാറ്റുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹോർമൂസിന്റെ കാര്യത്തിൽ പലപ്പോഴും പല നിലപാടാണ് അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്വീകരിച്ചിരുന്നത്. തുടക്കത്തിൽ ഹോർമൂസ് തുറക്കാതെ യുദ്ധവിരാമം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്ന ട്രംപ് പിന്നീട് ഹോർമൂസ് ആവശ്യമുള്ളവരോട് തുറക്കാൻ നടപടി സ്വീകരിക്കാനും താൻ ഇനി അക്കാര്യത്തിൽ ഇടപെടില്ല എന്നും നിലപാടെടുത്തു. നാറ്റോ അംഗരാജ്യങ്ങളോട് ഇനി സഹായം തേടില്ല എന്നും ട്രംപ് പറഞ്ഞതാണ്. പിന്നീട് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ സമയത്ത് പറഞ്ഞത് ഹോർമൂസിൽ പങ്കാളിത്തം വേണമെന്നായിരുന്നു. ഇപ്പോഴിതാ സമ്പൂർണ്ണ ഉപരോധവും ഏർപ്പെടുത്തി.